നമുക്ക് എവർക്കും പ്രിയപ്പെട്ടിട്ടുള്ള നടി മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ആ ചോദ്യം മലയാളിക്ക് വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം മഞ്ജു വാര്യർ നമ്മുടെ പല ധാരണകളെയും തിരുത്തി എഴുതിയ ഒരു നടിയാണ്. നമുക്കറിയാം, മലയാളം ഒരു സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭയായ, ഏറ്റവും അഭിനയ ചാതുരിയുള്ള ഒരു നടിയാണ്. അവർ കലാതിലകമൊക്കെ ആയിരുന്നു. അതിനുശേഷം നമുക്കറിയാം സിനിമയിലേക്ക് വന്നു. സല്ലാപം എന്ന് പറയുന്ന സിനിമയിലൂടെ ആ സിനിമയിൽ വലിയ റോളുകളുണ്ടായി. കന്മത പോലെയുള്ള പല സിനിമകളിലൂടെയും നമ്മളെ ഞെട്ടിക്കുന്ന അഭിനയം കാഴ്ചവെച്ചു. പലപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറുകൾക്ക് കിട്ടുന്ന അതേ പ്രാമുഖ്യം അവർക്ക് കിട്ടി. അവർക്ക് വേണ്ടി കഥകളും സിനിമകളും ഒക്കെ എഴുതുന്ന ലെവലിലേക്ക് വന്നു. ഇതൊന്നും സാധാരണ സ്ത്രീകളുടെ കാര്യത്തിൽ സംഭവിക്കാറില്ല. മലയാള സിനിമ മാത്രമല്ല, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്കു സിനിമകളിലെല്ലാം തന്നെ ഒരു നടി എന്ന് പറയുന്നത് പലപ്പോഴും നായകന് ഒരു കൂടെ നിൽക്കുന്ന ഒരു നിഴൽ മാത്രമായിട്ട് അവസാനിക്കുകയാണ്, അധപ്പതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മഞ്ജു വാര്യരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവരുണ്ടെങ്കിൽ പോലും സിനിമ വിജയിക്കുമെന്ന് പറയുന്ന ഒരു ഘട്ടം വന്നു. ഇങ്ങനെ വലിയ സൗഭാഗ്യങ്ങളൊക്കെ കലാരംഗത്തും മലയാള സിനിമയിലുമൊക്കെ അവർ നേടിയെങ്കിലും, സ്വന്തം പ്രൊഫഷനിൽ നേടിയെങ്കിലും, വലിയ തോതിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നൊരു നടിയാണ്. അവരാദ്യം ദിലീപിനെ കല്യാണം കഴിക്കുന്നു. ദിലീപിനെ കല്യാണം കഴിച്ചതിന് ശേഷം അവർ അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു. ആ മാറി നിന്നതിന് ശേഷം ഒരു ഇടവേള എടുത്തതിന് ശേഷം പിന്നീട് ദിലീപുമായിട്ടുള്ള വിവാഹമോചനം നടത്തി അവർ പുറത്തേക്ക് വരുന്നു. അന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെറും 1500 രൂപയാണ് അവരുടെ കയ്യിലുണ്ടായത് എന്നുള്ളത്. 1500 രൂപ കയ്യിലുണ്ടായ അവർ പുറത്തേക്ക് വരുന്നു. പക്ഷെ അവർക്ക് അതൊന്നും കൊണ്ട് പേടിക്കാനില്ല. കാരണം അവരുടെ മിടുക്ക് കൊണ്ട് അവർ വീണ്ടും സിനിമയിലേക്ക് കയറുന്നു. സിനിമയിൽ സാധാരണ ഒരു പ്രായം വരെ നടിമാർക്കൊക്കെ നിൽക്കാൻ കഴിയാറുള്ളൂ. ഒരു കല്യാണം കഴിഞ്ഞാലൊന്നും വലിയ അവസരങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷെ അതൊന്നും മഞ്ജു വാര്യനൊരു ബാരിയറായില്ല. അവരതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അവരുടെ അഭിനയ സിദ്ധി കൊണ്ട് അവരതിനെയൊക്കെ മറികടന്ന് സിനിമയിലേക്ക് വന്നു. ആ സിനിമയിൽ അവർ അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തി ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പേര് കിട്ടും. ആ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട്. അദ്ദേഹം ഏതാണ്ട് 6-7 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളൊരു സംവിധായകനാണ്. ആ സംവിധായകൻ്റെ ഒരു സിനിമ, കയറ്റം എന്ന് പറയുന്ന ഒരു സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ചത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. കയറ്റം ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. കയറ്റം സിനിമയിലേക്ക് അഭിനയിച്ചതേ മഞ്ജു വാര്യരുടെ ഓർമ്മയുള്ളൂ. പിന്നീട് അതിനുശേഷം ഈ സനൽകുമാർ ശശിധരനുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. സനൽകുമാർ ശശിധരൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് മഞ്ജു വാര്യരോട് വലിയ പ്രണയം തോന്നി. മഞ്ജു വാര്യർക്ക് തിരിച്ചു തോന്നിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇദ്ദേഹം പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് മഞ്ജു വാര്യർ ഒരു പരാതി കൊടുത്തു. ഏതാണ്ട് 1-2 കൊല്ലം മുമ്പ്. അന്ന് ഈ ശശിധരനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയും സനൽകുമാർ ശശിധരൻ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നു, ആരാണെന്ന് അറിയാൻ പാടില്ല, അവർ സാധാരണ വേഷത്തിലായിരുന്നു, മഫ്റ്റിയിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് സനൽ ആരോ തട്ടിക്കൊണ്ടു പോകാണെന്ന് പേടിച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിനുശേഷം ഇളവക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പിന്നെ പോലീസുകാർ വിട്ടയച്ചു. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരാതി മഞ്ജു പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അതിൽ മഞ്ജു വീണ്ടും ഒരു പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് കാരണം ഈ സനൽകുമാർ ശശിധരൻ ഈ അടുത്തിടെ ഒരു വോയിസ് ക്ലിപ്പുകൾ ചിലത് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വോയിസ് ക്ലിപ്പുകളിൽ പറയുന്ന കാര്യം പറയുന്നതിനും അദ്ദേഹം എടുത്തിട്ടുള്ള ചില സിനിമകളെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചില സിനിമകളുടെ പേരുകൾ നിങ്ങൾ കേൾക്കുന്നത് നന്നായിരിക്കും. അതിൽ 7 സിനിമകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഒന്ന് ഒരാൾ പൊക്കം എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല. 1-2 ആൾ പൊക്കത്തിലായിക്കോട്ടെ, കുഴപ്പമില്ല. രണ്ടാമത്തേത് ഒഴിവ് ദിവസത്തെ കളിയാണ്. ഈ ഒഴിവ് ദിവസത്തെ കളിയാണോ ഇപ്പോൾ പ്രവൃത്തി ദിവസത്തെ കളിയാണോ സനൽകുമാർ ശശിധരൻ കളിക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ഇനി പറയാനിരിക്കുന്ന സംഭവങ്ങൾ കേട്ടാൽ നമുക്കങ്ങനെ തോന്നും. പിന്നെ അടുത്തത് ഉന്മാദിനിയുടെ മരണം എന്നാണ്. പിന്നെ അടുത്തത് സെക്സി ദുർഗ എന്നാണ്. പിന്നെ ചോല എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ കയറ്റം, അതുപോലെ വഴക്ക് എന്ന് പറയുന്ന സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സനൽകുമാർ ശശിധരൻ ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പുമായിട്ട് പുറത്തേക്ക് വരേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് ഏതാണ്ട് 12ഓളം വരുന്ന അന്തർദേശീയ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ല, എന്തായാലും ഈ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിന് ഒരു ചെറിയൊരു അംഗീകാരം ഇളമക്കര പോലീസ് കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും അംഗീകാരം കിട്ടിയോന്ന് നമുക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് 2 കൊല്ലമായിട്ട് ഈ ഒരു സ്ത്രീ, അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അദ്ദേഹവും വിവാഹമോചനം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിലേക്ക് പോയതിന് ശേഷം ഏതോ സ്ത്രീ മറ്റേ വേറൊരു നമ്പറിൽ നിന്നും, അൺനോൺ ആയിട്ടുള്ള ഒരു ഇതിൽ നിന്നും ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തു. നിരവധി തവണ സംസാരിച്ചു. ഈ സനൽകുമാർ ശശിധരനോട് പ്രണയമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മഞ്ജു വാര്യരാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ മഞ്ജു വാര്യരുമായി സംഭാഷണം നടത്തിയിട്ടുള്ള ഒരു 45 മിനിറ്റിൻ്റെ വോയിസ് കോളാണ്, ഓഡിയോ ടേപ്പാണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടിട്ടുള്ളത്.
കൂടാതെ അദ്ദേഹം വളരെ വിശദമായിട്ടുള്ളൊരു കുറിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ ആ സ്ത്രീ പറയുന്ന വാചകം എൻ്റെയും എൻ്റെ കുട്ടിയുടെയും ഒക്കെ ജീവൻ അപകടത്തിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കേട്ടാൽ മഞ്ജു വാര്യരാണ് എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, മഞ്ജു വാര്യരല്ല എന്ന് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും. കാരണം ഒരു തമിഴ് സ്ലാങ്ങിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. കൂടാതെ അവർ വളരെ വിചിത്രമായ രീതിയിലൊക്കെയാണ് പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നും മഞ്ജു വാര്യരുടെ പ്രണയം വെളിവാക്കുന്ന ചില ഓഡിയോ ക്ലിപ്പുകൾ ഞാൻ പുറത്തു വിടുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സനൽകുമാർ ഇതെല്ലാം പുറത്തേക്ക് വിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇന്ന് നമ്മുടെ മഞ്ജു വാര്യർ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പരാതികളൊക്കെ തന്നെ സനൽകുമാർ വിചാരിക്കുന്നത് എന്നോട് സനൽകുമാർ ശശിധരനെ പോലെ ഇത്രയും ഉത്തമനായ ഒരു മനുഷ്യനെ മഞ്ജു വാര്യർ പ്രണയിക്കാൻ വേണ്ടി കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ജു വാര്യർക്ക് വലിയ അഗാധമായിട്ടുള്ള പ്രണയമാണ്. പക്ഷേ മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവയായതുകൊണ്ടാണ് ഉറപ്പായിട്ടും മഞ്ജു വാര്യർ ഇത്തരത്തിലുള്ള പരാതികൾ കൊടുക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. എന്താണെങ്കിലും ഉന്മാദിനിയുടെ മരണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ എന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ വലിയ ജീവന് മഞ്ജു വാര്യരുടെ ഭീഷണിയുണ്ടെന്നും മഞ്ജു വാര്യരെ രക്ഷിക്കാൻ വേണ്ടി ഏതളവ് വരെയും ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലിപ്പുകളൊക്കെ പുറത്തേക്ക് വിട്ടേക്കുന്നത്. ഇത് വലിയ തോതിൽ അപകീർത്തികരമാണെന്നും ഇത് പുറകെ നടന്നുള്ളൊരു ശല്യപ്പെടുത്തലാണെന്നും ഇതൊരു സ്റ്റോക്കിംഗ് ആണെന്നും അതുകൂടാതെ ഇത് സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാണ് മഞ്ജു വാര്യർ പരാതി കൊടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും പ്രിയപ്പെട്ട സനൽകുമാർ ശശിധരൻ്റെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സനൽകുമാർ ശശിധരൻ ഇനി അടുത്തതെടുക്കുന്നത് ഏത് സിനിമയായിരിക്കും എന്നറിയാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. കയറ്റം എന്ന് പറയുന്ന ഒരു സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ചു എന്നുള്ളത് ശരിയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തോട് കലശലായ അഗാധമായിട്ടുള്ള പ്രണയം തോന്നി എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. മഞ്ജു വാര്യർക്ക് അത്രയും വലിയ അബദ്ധം പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. മനുഷ്യരിലെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇപ്പം എന്താണെങ്കിലും ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചേക്കാണ്. ഇനി ഇത് ലോക പോലീസ് വന്ന് നമ്മുടെ സനൽകുമാർ ശശിധരനെ അമേരിക്കയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് പൂർണ്ണമായും സനൽകുമാർ പറയുന്നത് തള്ളിക്കളയാനൊന്നും ശരിയല്ല. കാരണം ചില കുഴപ്പങ്ങളൊക്കെ സനൽകുമാറിൻ്റെ സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. കാരണം ന്യൂസ് 18 അദ്ദേഹം എന്ന് പറയുന്നത് എന്നോട് സംസാരിച്ചാൽ മഞ്ജു വാര്യരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ ഇനി സനൽകുമാർ ശശിധരൻ്റെ സംഭാഷണം കേട്ട് തന്നെ ഒരാൾ മരിച്ചു പോകും, അത്തരത്തിൽ കൊല്ലുന്ന സംഭാഷണമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും സനൽകുമാർ ശശിധരൻ പറയുന്നത് അവരോട് സംസാരിച്ചാൽ എനിക്ക് മരണം ഉറപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കൊല്ലപ്പെടും എന്നുള്ളതാണ്. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റാത്തത്, ഒരു 90% ഇത് തള്ളിക്കളയേണ്ടതാണ്. പക്ഷേ ഒരു 10% നമ്മൾ ഗ്യാപ്പിടുന്നത് സിനിമയായതുകൊണ്ടാണ്. കാരണം സിനിമയിൽ എന്ന് പറയുന്നത് പലപ്പോഴും പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായാൽ മാത്രമേ അവിടെ അവസരങ്ങളൊക്കെ കിട്ടും. മോശപ്പെട്ട അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത്. പലതരത്തിലുള്ള മാഫിയ സംഘങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആളുകളോ അല്ലെങ്കിൽ പണം വെളുപ്പിക്കലോ ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന സംഘങ്ങളായിട്ടൊക്കെ വലിയ തോതിലുള്ള ഒരു സമരസപ്പെടലുണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ നിൽക്കാൻ പറ്റൂ. അല്ലാതെ എല്ലാത്തിനെയും നമ്മൾ എതിർക്കുകയൊന്നും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. വലിയ തോതിൽ പണം വന്ന് മറിയുന്ന ഫീൽഡാണ്. പിന്നെ മലയാള സിനിമയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ സിനിമ രംഗത്തേക്ക് നമ്മുടെ ഹിന്ദിയും നേരത്തെ തമിഴും തെലുങ്കും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണമിറങ്ങിക്കൊണ്ടിരുന്ന ഒരു രംഗമാണ് മലയാള സിനിമ. പക്ഷെ അന്നേരമൊക്കെ പോലും നമുക്ക് 1 കോടി 2 കോടിയൊക്കെ മതിയായിരുന്നു ഒരു സിനിമ എടുക്കാൻ. ഈ അടുത്ത കാലം വരെ 5 കോടി മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ സിനിമാ രംഗത്തേക്ക് 30 കോടിയും 35 കോടിയും 50 കോടിയും ഒക്കെ വളരെ യഥേഷ്ടം വന്നിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയകളുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ആ മാഫിയകളുള്ളത് കൊണ്ടാണ് വലിയ തോതിൽ ഏതാണ്ട് 200-220 പടം, അതായത് ഒരു 5 കോടി മുതൽ 50 കോടി വരെ മുടക്കുന്ന പടങ്ങൾ ഇറങ്ങുന്ന സിനിമ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം 4000-5000 കോടി രൂപയുടെ ഇൻഡസ്ട്രിയായി ഇത് മാറിയിരിക്കുന്നു. ഈ 5000 കോടി രൂപ ഇറക്കുന്ന നമ്മൾ പുറമേ കാണുന്ന പല നിർമ്മാതാക്കളും പേരിന് മാത്രം നിർമ്മാതാക്കളാകുകയാണ്. അവർക്കെല്ലാം പുറമേ നിന്ന് ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്നൊക്കെ പല ഫണ്ടിങ്ങുകാരും ഫണ്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഒരു മാഫിയ വൽക്കരണം നടന്നിട്ടുള്ള ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ പല രീതിയിലുള്ള പ്രമോഷൻസുമൊക്കെ സിനിമകൾ ചെയ്യുന്നത് നമുക്ക് കാണാം. ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമ എടുത്താൽ അതിലെ പാട്ടെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ജയിച്ചിട്ടില്ല ഒരിക്കലും, തോറ്റ് മുന്നോട്ട് പോകുന്നവനാണ് എന്ന് പറയുന്ന ഡയലോഗ് മുതൽ ശരിക്കും മറ്റേ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് നമ്മൾ ലൈം സോഡ അടിച്ച് കുടിക്കുന്നവനാണ് എന്നൊക്കെ പറയുന്ന ആവേശം സിനിമയിലെ പാട്ട് മുതൽ
പണി മുതൽ മാർക്കോ വരെയുള്ള സിനിമകളടക്കം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് വയലൻസ് ആണ്. ആ വയലൻസിൻ്റെ ഒപ്പം അത് അറിഞ്ഞോ അറിയാതെയോ, അല്ലെങ്കിൽ ആ സിനിമയുടെ ആളുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല, പക്ഷെ അറിഞ്ഞോ അറിയാതെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്ന് എടുക്കാൻ കഴിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി സീനുകൾ മിക്ക സിനിമയുടെയും ഭാഗമായിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ സിനിമകളുടെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ പോലും പലരും മദ്യപിക്കുന്നതിനെക്കുറിച്ചും പുകവലിക്കുന്നതിനെക്കുറിച്ചും മാത്രമല്ല, പകരം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും കൊക്കൈനിലെ കേസിൽ അകപ്പെട്ടതിനെക്കുറിച്ചും അവർ ഫോൺ എടുത്ത് വലിച്ചെറിയുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മുടെ വളരെ ബോധപൂർവം നമ്മുടെ ചെറുപ്പക്കാരുടെ തരംഗമാകുന്ന രീതിയിൽ ഈ പാട്ടുകളും സിനിമകളും അതായത് സീനുകളും ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ഇൻ്റർവ്യൂസും ഒക്കെ എത്തിക്കാനും നിരന്തരമായ അവരുടെ സിനിമകൾ പൊട്ടിക്കൊണ്ടിരുന്നിട്ടും തകർന്നുകൊണ്ടിരുന്നിട്ടും അവർക്കൊക്കെ ആഴ്ചയിൽ ഓരോ പടം വീതം റിലീസ് ചെയ്യാനും ഒക്കെ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ ഈ സിനിമകൾക്കുള്ളിൽ നടക്കുന്ന വലിയ തോതിലുള്ള മാഫിയവൽക്കരണവും അതുപോലെ അതുമായി ഡ്രഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളുടെയും അവരുടെ ഒരു കൃത്യമായ പ്രൊമോഷൻ സ്ട്രാറ്റജികളുമായി നമ്മുടെ മലയാള സിനിമകൾ മാറുന്നുണ്ടോ എന്നുള്ളത് കൂടി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. സനൽകുമാർ ശശിധരനേട് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ട പ്രശ്നമാകാം, പക്ഷെ അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധ്യതകളുമൊക്കെ പരിശോധിക്കപ്പെടണം. കാരണം മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു നടി അപകടത്തിലാണ്. അവർക്ക് ചുറ്റും നിൽക്കുന്നവരൊക്കെ തന്നെ അവരെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവരെ എന്തെങ്കിലും ഭീഷണിയുടെ ഭാഗമായി അവരെ കെട്ടിയിടപ്പെടുന്നതാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം മലയാള സിനിമ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വഴികളിലൂടെയാണ്. ഇത് നിയന്ത്രിക്കുന്നത് മറ്റു പലരുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, 200-220 സിനിമകളിൽ ഒരു 4-5 മാത്രം വിജയിക്കുന്നു. ആ വിജയിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്ന സിനിമകൾ പോലും യഥാർത്ഥത്തിൽ വിജയിച്ചതല്ല. ഇപ്പം നമുക്കറിയാമല്ലോ, സൗബീൻ ഷാഹിറൊക്കെ എടുത്തിട്ടുള്ള ഒരു സിനിമ, ആ സിനിമ തന്നെ മറ്റേ ഗുണാക്കേവിനകത്തേക്ക് ഒരാൾ പോകുന്ന സിനിമയൊക്കെ തന്നെ 20-28 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റിനുള്ള കാശ് കൊടുത്ത് തിയേറ്ററുകൾ നിറച്ചുകൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമാണെന്നുള്ള നിലക്കുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 കോടി രൂപയുള്ള ഒരു സിനിമ എടുക്കാൻ 28 കോടി രൂപ ആളുകളിൽ നിന്ന് പിരിച്ചു വന്നും പിന്നീട് അത് 100-150 കോടി രൂപ കളക്ഷൻ കിട്ടിയെന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെയും മാഫിയ ഈ പറയുന്ന മയക്കുമരുന്ന് പ്രചാരണത്തിൻ്റെയും ഒക്കെ ഏരിയകളായി, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നേരത്തെ ഹിപ്പിയും കൗബോയ് കൾച്ചറും ഒക്കെ ഉണ്ടായതുപോലെ തന്നെ ഒരു ബൊഹീമിയൻ തെരുവുകളിൽ ഉണ്ടായിരുന്ന ഒരു അരാജകത്വ ജീവിതം ഉണ്ടായിരുന്നത് പോലെ തന്നെ അത്തരത്തിൽ ഈ മയക്കുമരുന്നുകളിലേക്ക് ആളുകളെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ കൂടി സിനിമ പ്രൊമോഷൻ മുതൽ, സിനിമകളിലെ സീനുകൾ മുതൽ, സിനിമകളിലെ വയലൻസ് മുതൽ സംഭവിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണാതിരുന്നുകൂടെ. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും മഞ്ജു വാര്യരുടെ ഈ കേസ് കൂടി കേൾക്കാൻ. സനൽകുമാർ ശശിധരൻ പറയുന്ന ഒരൊറ്റ കാര്യമേ എനിക്കതിൽ വാലിഡായിട്ട് തോന്നിയുള്ളൂ. അത് മഞ്ജു വാര്യർ വന്ന് എന്തുകൊണ്ടാണ് ഇതെൻ്റെ സൗണ്ട് അല്ല എന്നും ഞാനല്ല നിങ്ങളോട് 2 കൊല്ലം സംസാരിച്ചതെന്നും പറയാത്തതെന്നാണ്. പക്ഷെ മഞ്ജുവിൻ്റെ രീതികൾ വെച്ച് നോക്കിയാൽ മഞ്ജു ഒരിക്കൽ പോലും ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പല ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ ആണെങ്കിലും അവരൊരിക്കലും വന്ന് കാര്യങ്ങൾ വിശദമാക്കാനോ തുറന്നു പറയാനോ ഒന്നും നിൽക്കാറില്ല. അതെല്ലാം അവരവഗണിക്കുകയും അവരവരുടെ ജോലിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് രീതി. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ മഞ്ജു വന്ന് വെളിപ്പെടുത്തണം. കാരണം മഞ്ജു വാര്യരെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇവിടെയുണ്ട്. ഒരു കാരണവശാലും കേരളത്തിൽ മഞ്ജു വാര്യർ എന്തെങ്കിലും തുറന്നു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർക്കോ അല്ലെങ്കിൽ ഈ സനൽകുമാർ ശശിധരൻ പറയുന്ന പോലെ അവരുടെ മകൾക്കോ ഒന്നും സംഭവിക്കാനില്ല. അങ്ങനെയൊന്നും സംഭവിക്കാവുന്ന ലെവലിലേക്ക് നമ്മുടെ കേരളത്തെ മാഫിയകൾ പിടിമുറുക്കിയിട്ടില്ല. പക്ഷേ കുട്ടികളുടെ ഇടക്കോട്ടും ചെറിയ ഈ പറയുന്ന ഒരു പുതിയ തലമുറകൾക്കകത്തോട്ടും ഇത്തരത്തിൽ ലഹരി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തുപ്പി പോലെയുള്ള കുറേ ആളുകളുമൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം പിന്നിൽ ഇത്തരത്തിൽ വളരെ കൃത്യമായ പ്രൊപ്പഗാൻഡ മെഷീനറി വർക്ക് ചെയ്യുന്നുവെന്നും അതിന് കൃത്യമായിട്ടുള്ള ആളുകൾ പണം കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സാംസ്കാരിക രംഗത്തും സിനിമയിലും ഇതുപോലെ തുപ്പി പോലെയുള്ള ആളുകളിലുമൊക്കെ തന്നെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ആപൽക്കരമായ ഒരു ഘടകമാണ്. അതിൻ്റെ ഏതെങ്കിലും പ്രതിഫലനം ഈ മഞ്ജു വാര്യരുടെ കേസിലും കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം.